Welcome to Rajaputri's Fun Info channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഞങ്ങളൊരു ചെറിയൊരു ഫിഷ് പോണ്ട് റെഡിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അച്ഛൻ ആദ്യം പറഞ്ഞത് നമ്മുടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരെണ്ണം കുഞ്ഞിത് ഉണ്ടാക്കി തരാമെന്നാണ്. എന്നാലും ആ സമയത്ത് ഇപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ അതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞങ്ങളുടെ വീണ്ടും ഒന്ന് റീപെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ വീടെല്ലാം റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴും അത് ഇച്ചിരി നീണ്ടു പോകും ടൈം. ഇപ്പോൾ അടുത്ത വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 3-4 ദിവസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് ഞങ്ങൾ മേടിച്ചത് അങ്കമാലിയിൽ റോഡ് സൈഡിൽ ഇത് വിൽക്കാൻ വെച്ചിരുന്നു. പല സൈസ് ഉണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിത് മേടിച്ചു. ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങൾ ആദ്യം പെയിൻറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് വൈറ്റ് സിമെൻറ്റ് ഇട്ടു, അത് കഴിഞ്ഞൊരു 2 കോട്ട് ഗ്രേ പെയിൻറ്റ് ചെയ്തു ഞങ്ങൾ. അത് കഴിഞ്ഞ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇതെല്ലാം ബാക്കിയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഋതു അവിടെ നിന്ന് ഏതോ ഒരു കല്ലെടുത്ത് എല്ലാം ഇങ്ങനെ ചുരണ്ടി കളഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇതെല്ലാം കഴിയുമ്പോൾ ഇതൊന്നും കൂടെ റീടച്ച് ചെയ്യണം. അപ്പോൾ ഇനി ഞങ്ങൾ ഈ പോണ്ട് എവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞങ്ങളൊരു 2-3 തവണ ഈ വെള്ളം മാറ്റി. കാരണം പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ കെമിക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മീൻ മേടിച്ചിട്ട് ചത്തു പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ 3-4 തവണ വെള്ളമൊക്കെ മാറ്റി. ഇന്ന് ഈ വെള്ളവും കൂടെ മാറ്റി കഴിയുമ്പോൾ ഞങ്ങളിത് സെറ്റാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് കുറച്ച് മണലൊക്കെ എടുത്തു. അപ്പോൾ ഇതും ഞങ്ങൾ വാഷ് ചെയ്ത് വെക്കണ അതിൻ്റെ ഉപ്പ് ആ ഒരു രസമൊക്കെ മാറാൻ വേണ്ടിയാണ് വെള്ളത്തിൽ ഇതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതെ ഞങ്ങൾ കുറച്ച് സ്റ്റോൺസ് സിമെൻറ്റ് പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേബിൾസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യം പോക്കായിന്നാണ് തോന്നുന്നത്. കുറച്ച് പേബിൾസൊക്കെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്നാലും ഇത് എങ്ങനെയാവും എന്നറിയില്ല. എല്ലാം ഒന്ന് റെഡിയായി വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫിഷ് പോണ്ട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു ഇത്തിരി സ്ഥലമേ ഉള്ളൂ, എന്നാലും ഈ ചെറിയൊരു സ്ഥലത്ത് എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാവും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ദേ ഒരു കൊക്കിനെ മേടിച്ചു. കൊക്കിനെയും മേടിച്ചു, പിന്നെ ഒരു താറാവിനെയും മേടിച്ചു. ദേ ഋതുയുടെ ഫ്രണ്ട്സാണ് ഇവരല്ലേ ഋതു? ദേ പിന്നെ ഇതാണ് ഞങ്ങളുടെ തുളസിത്തറ. ഇത് ഞങ്ങളുടെ മണി പ്ലാന്റ് ആണ്. ഇത് ഞങ്ങളൊരു വടി ഇവിടെ വെച്ചിട്ടുണ്ട്. വളർന്ന് പന്തലിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ഇതാണ് ഞങ്ങളുടെ വാട്ടർ ടാങ്ക്. ഞങ്ങളിതങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും ഞങ്ങൾ ഈ ടാങ്ക് വെക്കാൻ വേണ്ടി ഇതെല്ലാം പെയിൻറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ ഞങ്ങളൊരു ടയർ വയ്ക്കും. ഒരു പൊട്ടിയ ടയറാണത്. ആ ടയറിൻ്റെ മുകളിലാണ് ഈ ഫിഷ് പോണ്ട് വെക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചെറിയ കുഞ്ഞു ഐഡിയാസേ ഉള്ളൂ. എന്നാൽ അച്ഛനും നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അവരിത് നല്ല സൂപ്പറായിട്ട് ചെയ്യും മിക്കവാറും. ഞങ്ങളും കൂടെ പിന്നെ ഹെൽപ്പിനുണ്ടല്ലോ അല്ലേ ഋതു? അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞു സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് എന്താ പറയുക, ഒരു മിനി ഗാർഡൻ ഇല്ല അതേപോലെ സെറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ. അതെ, ഞങ്ങളിപ്പോൾ വെള്ളം ഫില്ല് ചെയ്യാണ്. ഞങ്ങൾ നല്ല വെള്ളമല്ല യൂസ് ചെയ്യണത്, കാരണം അതിൽ ക്ലോറിൻ ഉണ്ടാവും. അപ്പോൾ മീൻ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ബോർവെൽ യൂസ് ചെയ്യുന്നത്. അടിയിൽ കണ്ടില്ലേ, ടയറൊക്കെ ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം വാഷ് ചെയ്ത് ഇവിടെ ഞങ്ങളിപ്പോൾ വെള്ളം നിറച്ചു. അത് കണ്ടില്ലേ, ഒരു ചെടി വന്ന നല്ല ഭംഗിയില്ലേ ഇവിടെ. ഇനി ഇത് ഫുള്ള് ഇവിടം വരെ എത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പെബിൾസ് ഒക്കെ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ 2-3 പെബിൾസ് കാണുന്നില്ല, അതൊക്കെ തപ്പി ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ കിട്ടിയാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഋതു ഇവളവിടെ വേറെ ബിസിനസ് തുടങ്ങി. അപ്പാ ഒരു പാട്ട് പാടിക്കൊടുത്ത്. ഉണ്ണിമായേ തഞ്ചത്തിലൊപ്പന പാടിവായോ. കുറച്ചതിൽ പാട്.
ഇതിപ്പോൾ ഞങ്ങൾ മണ്ണ് ഫില്ല് ചെയ്യാണ് ഇതിൽ. ഇതിപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? ഏകദേശം മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കുള്ള ജോലി പെബിൾസ് ഇടുകയാണ്. പെബിൾസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ വീട്ടിലെ കുറേ പേര് നട്ടോട്ടോടെ വേണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി. പിന്നെ ഇതിന് ഷേപ്പ് നല്ല രസമില്ലേ? മോൾഡാണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ പോലും ഈ മണ്ണ് കിടക്കുന്ന മറ്റേ ഡോറാബുജിലൊരു കുഞ്ഞ് സ്റ്റാർ ഇല്ലേ, ആ ഒരു ഷേപ്പിൽ കിടക്കുന്നില്ലേ? സ്റ്റാർ ഫിഷിൻ്റെ ആ ഒരു ഷേപ്പിൽ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? അപ്പോൾ ഇനി ഞങ്ങൾക്ക് പെബിൾസ് ഒക്കെ ഇട്ട് ഞങ്ങളതെല്ലാം നല്ല ഭംഗിയാക്കും. ഒരു കൊക്കിനൊക്കെ വെച്ച് സെറ്റാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കിയതാണ്. പക്ഷെ അപ്പം ഞാനും ഋതുവൊക്കെ പെബിൾസ് ഇടാൻ വേണ്ടി കൈ ഉള്ളിലിട്ട് വെള്ളമൊക്കെ കലങ്ങി. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു തവണയും കൂടെ ഞങ്ങൾ നിറയ്ക്കും. അപ്പോൾ ഇത് ഫുൾ ഓക്കെ ആവും. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ സംഭവം. അതായത് അച്ഛനമ്മയും മീനിനെ മേടിക്കാൻ പോവാണ്. അത് മേടിച്ച് ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും അത് കാണിച്ചു തരാം. ഇതാണ് റോബോട്ടങ്ങളുടെ വീട്. ഇവിടെ ഒരുപാട് മീനുകളുണ്ട്. പക്ഷെ ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ മീനുകൾ മേടിക്കാറില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഞങ്ങൾ അതൊക്കെ മേടിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് നോക്കൂ, പ്രാവുണ്ട്, തവള ഉണ്ട്, ഒരുപാട് ചെടി വളർത്തുന്നുണ്ട് റോബോട്ടങ്ങൾ ഇവിടെ. ഇതാണ് റോബോട്ടങ്ങളുടെ വീട്ടിലെ മീനുകൾ. ഇപ്പോൾ ഒരുപാടുണ്ട്. ഞങ്ങളിതിൽ കുറച്ച് മേടിച്ചു. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതും കൂടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് ഗോൾഡൻ ഫിഷ് ഉണ്ട്. എല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ, കുഞ്ഞാണ്, വലുതാവണം ഇനി. ഇതുപോലെ ഒരുപാട് ടാങ്കുകളുണ്ട്. ഞാനിപ്പോൾ 2 എണ്ണം കാണിച്ചിട്ടുള്ളൂ. എന്നാലും കാട് പോലെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് ടാങ്കുകൾ ഇവിടെ ഉണ്ടല്ലേ റോബോട്ടങ്ങളെ? കണ്ടില്ലേ, അതിൽ ഒരുപാട് മീനുകളും ഉണ്ട് ഇതിൽ. ഋതു ഇപ്പോൾ ഇവിടെ ഭയങ്കര ഓടിക്കളിയാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറക്കാറില്ല. എന്നാലും ഇപ്പോൾ മീൻ മേടിക്കാൻ വന്നത് കൊണ്ട് ഋതുവും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഋതു അവിടെ പോവല്ലേ? ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആള്. ഇപ്പോൾ കുറേ ദിവസമായല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പം ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് മുഴുവൻ ആളിവിടെ പറമ്പിൽ കിടന്ന് ഓടുകയാണ്. ഞങ്ങളിപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. മീൻ ഇടാൻ പോവാണ്. യെസ്, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ മീൻ വീണു. ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ടെസ്റ്റിങ്ങിനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് റോബോട്ടങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരുപാട് മീനുകളില്ല. മുമ്പൊക്കെ നല്ലോണം മീനുകൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറവാണ് മീനുകൾ. അപ്പോൾ ഇതിപ്പോൾ കാക്കയൊക്കെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടി, അതുമല്ലാതെ വെള്ളമൊക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിത് 2-3 കുഞ്ഞു മീനുകൾ എടുത്തിരിക്കുന്നത്. കുറച്ച് റെഡ് ഫിഷിന് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഫിഷ് അതെ അത്. പിന്നെ അത് ഞങ്ങൾ റോബോട്ടങ്ങളുടെ വീട്ടിൽ നിന്ന് മേടിച്ചൊരു ചെടിയല്ലേ, ഇത് ചെടി പോലെ ഒരു കണ്ടില്ലേ? ഇതാണ് ഞങ്ങളുടെ പോണ്ടിൽ ഞങ്ങളിപ്പോൾ ഫിഷൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ അച്ഛൻ ആദ്യം ഫസ്റ്റ് ട്രിപ്പ് മേടിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാക്കൊന്നും വരാതിരിക്കാൻ നെറ്റ് മേടിക്കാൻ പോയ സമയത്ത് കണ്ടില്ലേ, നെറ്റ് മേടിക്കാൻ പോയ സമയത്ത് അച്ഛൻ സെക്കൻഡ് ട്രിപ്പ് മീനുകളും ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റിലെ മീനുകൾ വലുതാണ്, ആദ്യത്തേത് ചെറുതായിരുന്നു. ഇതിപ്പോൾ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗോൾഡൻ ഫിഷ് അല്ലേ, ഒരു റെഡ് കളർ, ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, പിന്നെ ഒരു റെഡ് കളർ ഫിഷും കൂടി ഉണ്ട്, റെഡ് ഓറഞ്ച്. കണ്ടില്ല, അവർ പരിചയപ്പെട്ട് വരണതേ ഉള്ളൂ. ഒരു നാളെ ആവുമ്പോഴേക്കും അവർ ഓക്കെ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരെല്ലാം ഒന്ന് ഓടിച്ച്, ഇവിടെ ആദ്യം ഫസ്റ്റ് സെറ്റ് ഇട്ടപ്പോൾ തന്നെ അവർ മുഴുവൻ പോണ്ടും കവർ ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓടിക്കളിച്ച് പരിചയപ്പെട്ട് വരെയാണ് അവർ. കണ്ടില്ലേ, ഇപ്പോൾ ഈ സൈഡൊക്കെ ഈ മെറ്റൽ കൊണ്ട് കവർ ചെയ്യാണ്.
അച്ഛൻ അവിടെ റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു പണിയാണ് തന്നത്. ഇതെല്ലാം കോരി ഇനി ആ പാത്രത്തിലേക്ക് ഇട്ട് ഞങ്ങൾക്കിത് ഫില്ല് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി. പിന്നെ ഋതുവംശിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റതുകൊണ്ട് ടയേർഡായിട്ട് ഉറങ്ങിക്കളഞ്ഞ്. ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിക്കണതാണ്. എന്നാൽ ഇന്ന് രാവിലെ തൊട്ട് ഈ പോണ്ടിൻ്റെ പരിപാടി ആയതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റിയില്ല. ഇനി വേണം കുളിക്കാൻ. ഇപ്പോൾ 2 മണിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത്രയും തന്നെ. വേറെ ഒന്നും നടന്നിട്ടില്ല. ഈ പോണ്ടിനെ ഈ സുന്ദര കുട്ടപ്പനാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം. ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ നല്ലോണം ഒന്ന് കുളിച്ച് ഫ്രഷായി. എന്നാലും ഭയങ്കര ടയേർഡായി. രാവിലെ തൊട്ട് ജോലി എടുക്കണല്ലേ. പക്ഷേ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഹാപ്പിയായി. ഇതിന് താങ്ക് യു അച്ഛാ, താങ്ക്സ് എ ലോട്ട്. ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഫിഷ് പോണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നതിന്. കണ്ടില്ലേ, ഞങ്ങളുടെ ഫിഷ് പോണ്ട് റെഡിയാക്കിയിട്ട് ഇപ്പോൾ ഒരു 2 months കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ആ ഫിഷ് പോണ്ട് വെച്ചപ്പോൾ തന്നെ വെച്ചതാണ് ഈ പ്ലാന്റ്സ് ഒക്കെ. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം വളർന്നിട്ടുണ്ട്. നമുക്ക് ഫിഷ് പോണ്ടിൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യം ഒരു ടൈമാണെന്ന് തോന്നുന്നു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്. ഇവിടെ 2 നേരം അമ്മ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. ഇനി നമുക്ക് ഫിഷ് പോണ്ടിൻ്റെ അടുത്തേക്ക് പോകാം. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ഫിഷ് പോണ്ട്. ഇപ്പം എങ്ങനെയാണ് ഞങ്ങളുടെ ഫിഷ് പോണ്ട് ഇരിക്കുന്നത്, എങ്ങനെയുണ്ട് കാണാൻ? ഫസ്റ്റ് ടൈം ഞങ്ങൾ മേടിച്ചപ്പോൾ ഒരു 2-3 മീൻ ചത്തുപോയി. അപ്പോൾ വേറെ ഞങ്ങൾ കുറച്ച് നല്ല ഫിഷുകളെയും കൂടെ മേടിച്ചു. ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് ഇട്ടു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ഓക്സിജൻ കിട്ടാൻ അങ്ങനെ വാട്ടർ പ്ലാന്റ്സ് ഇടണം എന്ന് പറഞ്ഞു. പിന്നെ കിട്ടും എന്നാണ് ഒരു വിശ്വാസം. പിന്നെ അത് കണ്ടില്ലേ, ഞങ്ങളുടെ മണി പ്ലാന്റ് അന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുഞ്ഞിതായിരുന്നു. അതും ഇപ്പോൾ നല്ല വലുതായി, അത്യാവശ്യം അത് നല്ലോണം വളരുന്നുണ്ട്. ഇതാ നിങ്ങൾക്കൊരു ഗ്രീൻ ഫിഷിനെ കാണിക്കാനാണ് എൻ്റെ ശ്രമം. അത് കണ്ടില്ലേ, ഇവിടെ കണ്ടു. പിന്നെ യെല്ലോ, പിന്നെ 2 സക്കറിനെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ ഇങ്ങനെ പായൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തിന്നാൻ വേണ്ടി സക്കറിനെ മേടിച്ചാണ്. അത് എവിടെ പോയെന്ന് അറിയില്ല, അടിയിൽ എവിടെയോ അത് പോയി. ഇപ്പോൾ ഈ ഋതു എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ കൈ ഇതിനുള്ളിലിടും. ഇപ്പോൾ സക്കർ മേടിച്ചു, കടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈയിടെയായിട്ട് അവൾ ഇടാറില്ല. അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഒക്കെയാണ് ഞങ്ങളുടെ മീനിൻ്റെ ഓരോ വിശേഷങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പാടിന് വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത്. ഇനിയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്, അത് ഞങ്ങൾ വഴിയേ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.